ഇവിടെ ആദ്യം കൊടുത്തിട്ടുള്ള ഫിഗറിൽ ഈക്വൽ വെലോസിറ്റിയിൽ മൂവ് ചെയ്യുന്ന രണ്ട് ഒബ്ജക്ട്സിന്റെ പൊസിഷൻ ഡയഗ്രാഫ് ആകുന്നു. രണ്ടാമത്തെ ഫിഗറിൽ അൺഈക്വൽ വെലോസിറ്റിയിലുള്ള ഒബ്ജക്ട്സിന്റെ പൊസിഷൻ ഡയഗ്രാഫ് ആകുന്നു. മൂന്നാമത്തേത് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്ന ഒബ്ജക്ട്സിന്റെ പൊസിഷൻ ഡയഗ്രാഫ് ആകുന്നു. ഓക്കെ, വെക്ടർ ക്വാണ്ടിറ്റീസിന്റെ വാല്യൂ പോസിറ്റീവ് ആകാം, നെഗറ്റീവ് ആകാം, സീറോ ആകാം. എന്നാൽ സ്കെയിലർ ക്വാണ്ടിറ്റീസിന്റെ വാല്യൂ പോസിറ്റീവ് ആകാം, സീറോ ആകാം. ചില കേസുകളിൽ സ്കെയിലർ ക്വാണ്ടിറ്റീസിന്റെ വാല്യൂ നെഗറ്റീവ് വരാറുണ്ട്. ടെമ്പറേച്ചറിന്റെ കേസിലേക്ക് സ്കെയിലർ ക്വാണ്ടിറ്റീസിന്റെ വാല്യൂ നെഗറ്റീവ് വരാറുണ്ട്. ഓക്കെ, ദെൻ കോണ്ടാക്ട് ഫോഴ്സിന് എക്സാമ്പിൾ ആകുന്നു മസ്കുലർ ഫോഴ്സ്, ഫ്രിക്ഷണൽ ഫോഴ്സ്, വിസ്കസ് ഫോഴ്സ്. ഇതെല്ലാം തന്നെ കോണ്ടാക്ട് ഫോഴ്സിന് എക്സാമ്പിൾസ് ആകുന്നു. നോൺ കോണ്ടാക്ട് ഫോഴ്സിന് എക്സാമ്പിൾസ് ആകുന്നു ഗ്രാവിറ്റേഷൻ ഫോഴ്സ്, മാഗ്നറ്റിക് ഫോഴ്സ്, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്, ന്യൂക്ലിയർ ഫോഴ്സ് തുടങ്ങിയവ. ബാലൻസ്ഡ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റിൽ എക്സ്പീരിയൻസ്ഡ് ആകുന്ന ടോട്ടൽ ഫോഴ്സ് സീറോ ആയിട്ടുള്ള ഫോഴ്സുകളെയാണ് ബാലൻസ്ഡ് ഫോഴ്സ് എന്ന് പറയുന്നത്. ബാലൻസ്ഡ് ഫോഴ്സിൽ ആ ഒരു ഒബ്ജക്റ്റിൽ എക്സ്പീരിയൻസ്ഡ് ആകുന്ന ടോട്ടൽ ഫോഴ്സ് സീറോ ആയിരിക്കും. അൺബാലൻസ്ഡ് ഫോഴ്സ് എന്ന് വെച്ചാൽ ഒരു ഒബ്ജക്റ്റിൽ എക്സ്പീരിയൻസ് ആകുന്ന ടോട്ടൽ ഫോഴ്സ് നോട്ട് ഈക്വൽ ടു സീറോ ആയിരിക്കും. ഒരു ഒബ്ജക്റ്റിൽ എക്സ്പീരിയൻസ്ഡ് ആകുന്ന ടോട്ടൽ ഫോഴ്സ് നോട്ട് ഈക്വൽ ടു സീറോ വരുന്നതാണ് അൺബാലൻസ്ഡ് ഫോഴ്സ്. ഓക്കെ, നമുക്കിനി റിസൾട്ടന്റ് ഫോഴ്സ് എന്താണെന്ന് നോക്കാം. ഒരു ഒബ്ജക്റ്റിൽ ഒന്നിലധികം ഫോഴ്സസ് ഒരേ ടൈമിൽ അപ്ലൈ ചെയ്യപ്പെടുമ്പോൾ ഈ ബലങ്ങൾ വസ്തുവിൽ ഉളവാക്കുന്ന ആകെ ബലത്തെയാണ് റിസൾട്ടന്റ് ഫോഴ്സ് എന്ന് പറയുന്നത്. റിസൾട്ടന്റ് ഫോഴ്സിനെ സഫല ബലമെന്നും പരിണത ബലമെന്നും മലയാളത്തിൽ പറയുന്നു. ഏതൊരു ഒബ്ജക്റ്റിന്റെയും മൂവ്മെന്റ് പോസിബിൾ ആകണം എന്നുണ്ടെങ്കിൽ അതിലേക്ക് ഒരു എക്സ്റ്റേണൽ അൺബാലൻസ്ഡ് ഫോഴ്സ് കൊടുക്കേണ്ടതുണ്ട്. സർ ഐസക് ന്യൂട്ടന്റെ കുറച്ച് സംഭാവനകൾ നമുക്കൊന്ന് നോക്കാം. ഫോഴ്സ് എന്ന കോൺസെപ്റ്റ് ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് സർ ഐസക് ന്യൂട്ടൻ ആകുന്നു. മെക്കാനിക്സിലെ ബേസ് ആയിട്ടുള്ള ഫിലോസഫിയ നാച്ചുറലിസ് പ്രിൻസിപ്പിയ മാത്തമാറ്റിക്ക എന്നുള്ള ബുക്ക് എഴുതിയതും ഐസക് ന്യൂട്ടൻ ആകുന്നു. റിഫ്ലക്റ്റിംഗ് ടെലസ്കോപ്പ് ആദ്യമായി നിർമ്മിച്ചതും ഐസക് ന്യൂട്ടൻ ആകുന്നു. ലൈറ്റിന്റെ പാർട്ടിക്കിൾ തിയറിയും അതുപോലെ കാൽക്കുലസും വികസിപ്പിച്ചെടുത്തത് ഐസക് ന്യൂട്ടൻ ആകുന്നു. ഫിസിക്സിലെ പാർട്ടിക്കിൾ ഡൈനാമിക്സിനെ രണ്ടായി ക്ലാസിഫൈ ചെയ്യുന്നു. ദാറ്റ് ആർ കൈനറ്റിക്സ് ആൻഡ് ഡൈനാമിക്സ്. കൈനറ്റിക്സിൽ മോഷനെ കുറിച്ച് മാത്രമാണ് ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. എന്നാൽ ഡൈനാമിക്സിൽ ആ മോഷന് കാരണമാകുന്ന കാര്യങ്ങളെ കൂടി ഡിസ്കസ് ചെയ്യുന്നു. ഓക്കെ, അരിസ്റ്റോട്ടിൽസ് ഫാലസി എന്താണെന്ന് നോക്കാം. ഒബ്ജക്ട്സിന്റെ മോഷൻ കണ്ടിന്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിലേക്ക് എക്സ്റ്റേണൽ അൺബാലൻസ്ഡ് ഫോഴ്സ് തുടർച്ചയായി ആക്ട് ചെയ്യപ്പെടണം എന്നുള്ളതായിരുന്നു അരിസ്റ്റോട്ടിൽ ഫാലസി. എന്നാൽ തുടർച്ചയായിട്ടുള്ള എക്സ്റ്റേണൽ അൺബാലൻസ്ഡ് ഫോഴ്സ് ആവശ്യമില്ലാതെ തന്നെ അതിനെ മൂവ് ചെയ്യാൻ സാധിക്കും എന്നുള്ളൊരു കോൺസെപ്റ്റാണ് ഗലീലിയോ അവതരിപ്പിച്ചത്. അവിടെ അദ്ദേഹം ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയുന്ന ഒരു ആശയം കൊണ്ടുവന്നു. ഗലീലിയോയുടെ ലിറ്റിൽ ബാലൻസ് എന്ന ബുക്കിൽ അദ്ദേഹം ആർക്കിമിഡീസ് പ്രിൻസിപ്പലിനെ ബേസ് ചെയ്ത് വരുന്ന റിലേറ്റീവ് ഡെൻസിറ്റി എന്നുള്ള കോൺസെപ്റ്റ് ഡീറ്റെയിൽ ആയിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല സണ്ണിന് ചുറ്റും പ്ലാനറ്റ്സ് റിവോൾവ് ചെയ്യുന്നു എന്നുള്ള ആശയം ആദ്യമായി അവതരിപ്പിച്ചതും ഗലീലിയോ ആകുന്നു. ഇറ്റലിയിലെ പിസയിലാണ് ഗലീലിയോ ജനിച്ചത്. സോളിഡ്സ്, ഫ്ലൂയിഡ്സ് ഇവയിലേക്ക് ആക്ട് ചെയ്യപ്പെടുന്ന ഫ്രിക്ഷണൽ ഫോഴ്സിനെ കുറിച്ച് അരിസ്റ്റോട്ടലിന് അറിവില്ലായിരുന്നു. ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ആദ്യമായി അവതരിപ്പിച്ചത് ഗലീലിയോ ആകുന്നു. താഴേക്കും മുകളിലേക്കും സ്ലോപ്പ് വരുന്ന ചെരിവ് പലകകൾ ഉപയോഗിച്ചുകൊണ്ടും നിരപ്പായ പ്രതലങ്ങൾ ഉപയോഗിച്ചുകൊണ്ടും ഗലീലിയോ ആക്സലറേഷൻ, റിട്ടാർഡേഷൻ എന്നീ കോൺസെപ്റ്റ്സ് അവതരിപ്പിച്ചു. ഇനേർഷ്യ എന്ന കോൺസെപ്റ്റ് ആദ്യമായി അവതരിപ്പിച്ചത് ഗലീലിയോ ആകുന്നു. എന്നാൽ ഈ ഇനേർഷ്യ എന്ന കോൺസെപ്റ്റിന്റെ ഡീറ്റെയിലിംഗ് ചെയ്തത് ഐസക് ന്യൂട്ടൻ ആകുന്നു. ഒരു ഒബ്ജക്റ്റിലേക്ക് എക്സൈറ്റ് ചെയ്യപ്പെടുന്ന നെറ്റ് ഫോഴ്സ് സീറോ ആണ് എങ്കിൽ ആ ഒബ്ജക്റ്റ് റെസ്റ്റിലോ മൂവ്മെന്റിലോ കണ്ടിന്യൂ ചെയ്യും എന്നുള്ളതാണ് ഇനേർഷ്യ എന്ന് പറയുന്നത്. ഇനേർഷ്യ എന്നുള്ള വാക്കിന്റെ അർത്ഥം റെസിസ്റ്റൻസ് ടു ചേഞ്ച് എന്നാകുന്നു. ഈ ഒരു ആശയം ആദ്യമായി അവതരിപ്പിച്ചത് ഗലീലിയോ ആകുന്നു. എന്നാൽ ഇതിനെ ഡീറ്റെയിലിംഗ് ചെയ്തുകൊണ്ട് ന്യൂട്ടൺ ഫസ്റ്റ് ലോയെ ലോ ഓഫ് ഇനേർഷ്യ എന്ന് അറിയപ്പെടുന്നു. ഈ ഒരു ലോ അവതരിപ്പിച്ചത് ഐസക് ന്യൂട്ടൻ ആകുന്നു. ഇനേർഷ്യ 3 ടൈപ്പ് ഉണ്ട്. ദാറ്റ് ആർ ഇനേർഷ്യ ഓഫ് റെസ്റ്റ്, ഇനേർഷ്യ ഓഫ് മോഷൻ ആൻഡ് ഇനേർഷ്യ ഓഫ് ഡയറക്ഷൻ. യെസ്, നമുക്കൊരു ക്വസ്റ്റ്യൻ കാണാം. നക്ഷത്രാന്തര തരത്തിലൂടെ ദാറ്റ് ഈസ് ഇന്റർസ്റ്റെല്ലർ സ്പേസിലൂടെ 100 മീറ്റർ/സെക്കൻഡ് എന്നുള്ള ഒരു കോൺസ്റ്റന്റ് റേറ്റിൽ ആക്സലറേഷൻ ഉള്ള ചെറിയൊരു ബഹിരാകാശ നിലയത്തിൽ നിന്ന് എന്ത് ചെയ്യുന്നു, ഒരു ബഹിരാകാശ സഞ്ചാരി ആകസ്മികമായി വേർപെട്ടു പോകുന്നു. ഓക്കെ, അദ്ദേഹം ആ ഒരു ഇന്റർസ്റ്റെല്ലർ സ്പേസിൽ നിന്ന് പുറത്തേക്ക് ചാടുന്നു. അപ്പോൾ ആ ഒരു ടൈമിൽ ബഹിരാകാശ നിലയത്തിൽ നിന്ന് പുറത്തെത്തിയ ശേഷം തൊട്ടടുത്തുള്ള നിമിഷത്തിൽ ബഹിരാകാശ സഞ്ചാരിക്കുള്ള ത്വരണം, അതായത് അദ്ദേഹത്തിനുള്ള ആക്സലറേഷൻ എന്തായിരിക്കുന്ന ബ്രാക്കറ്റോട് കൊടുത്തിട്ടുണ്ട്. ബഹിരാകാശ സഞ്ചാരിയിൽ ഗുരുത്വ ബലം പ്രയോഗിക്കുന്നതിനായിട്ട് മറ്റ് നക്ഷത്രങ്ങളൊന്നും സമീപത്ത് സ്ഥിതി ചെയ്യുന്നില്ല എന്നും കൊടുത്തിട്ടുണ്ട്. അങ്ങനെയുള്ള കേസിൽ അദ്ദേഹത്തിന്റെ ആക്സലറേഷൻ എന്തായിരിക്കും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതായത് ഒരു ഒബ്ജക്റ്റിലേക്ക് എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ട് ചെയ്യപ്പെടുന്നില്ല എങ്കിൽ അതിന് ആക്സലറേഷൻ ഇല്ല, ആക്സലറേഷൻ സീറോ ആയിരിക്കും. ഓക്കെ, ഏതൊരു ഒബ്ജക്റ്റിനാണെങ്കിലും അതിലേക്ക് ആക്സലറേഷൻ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ അതിലേക്ക് എന്ത് ചെയ്യപ്പെടണം, ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ട് ചെയ്യപ്പെടണം. ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുത്താൽ മാത്രമാണ് ഏതൊരു ഒബ്ജക്റ്റിനും ആക്സലറേഷൻ ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇവിടെ ഈ ഒരു കേസിൽ അദ്ദേഹത്തിലേക്ക് ആ ഒരു ബഹിരാകാശ സഞ്ചാരിയിലേക്ക് എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ട് ചെയ്യപ്പെടുന്നില്ല. അതുകൊണ്ട് അവിടുത്തെ ത്വരണം, അതായത് ആക്സലറേഷൻ സീറോ ആയിരിക്കും. ഓക്കെ.